ഞാൻ രാജസ്ഥാന്റെ റോഡ് സൈഡിലാണ്. ഈ ഒരു സംഭവം കണ്ടോ, ഇത് കുതിര കേട്ടോ. കുതിരയ്ക്ക് കണ്ണൊന്നുമില്ല, ഇത് ഇവര് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, മേക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുതിരയും ആനയും, ആനയുടെ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ആനയൊക്കെ ശരിയായിട്ടുണ്ട്. അതാണ് ഇവിടെ ചെറുത് കണ്ടില്ലേ, കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് പുറത്തിരിക്കാം, പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ടൈം പാസ് ഒക്കെ ചെയ്ത് കണ്ടില്ലേ. ഈ സംഭവം ഇതിന്റെ പുറത്തിരിക്കാം കേട്ടോ, കുറച്ചിന്റെ പുറത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇത് പുറത്തിരിക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇരിക്കുന്നില്ല, പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങേണ്ടി വരും. കണ്ടില്ലേ, ഇതിന്റെ ഉള്ളില് കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. ഇതെന്താണ് സംഭവം കണ്ടിട്ട്, സംഭവം കണ്ടിട്ട് ഒട്ടാത്ത പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ആനയാണ്, അതൊരു നീല ഷേപ്പാട്ടോ, കറുത്ത ആനയൊന്നുമല്ല. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു സംഭവം റെഡിയായി കേട്ടോ. ഈ സംഭവം കണ്ടില്ലേ, സംഭവം റെഡിയായി. അത്യാവശ്യം പോയിട്ടുണ്ട്. ഒരു ആടിന്റെ ഷേപ്പില്ലേ, ആടല്ല കേട്ടോ, കുതിരയാണെന്നാണ് പറഞ്ഞു വരുന്നത്. കുതിരയുടെ ഷേപ്പ് കണ്ടില്ലേ. എത്രയാണ് വില എന്നറിയില്ല, ചോദിക്കണം. അതാണ് ഇവിടുത്തെ കാഴ്ചകള്, നല്ല ഭംഗിയാ കേട്ടോ. ഇതാണ് രാജസ്ഥാനിലെ കാഴ്ചകള്. ഈ റോഡിന്റെ സൈഡ് കണ്ടില്ലേ, മെയിൻ ഹൈവേ ആണ്. ഈ ഹൈവേയുടെ സൈഡിലാണ് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് രാജസ്ഥാനിലെ കാഴ്ചകൾ. എത്ര കണ്ടാലും തീരില്ല, അത്രയും കാണാനുണ്ട്. ഇത് ഞാൻ വാങ്ങുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങളൊന്ന് കണ്ടപ്പോ ഒന്ന് കാണിക്കണം തോന്നി, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ ബിസിനസ്. കണ്ടില്ലേ, ആൾക്കാർ എങ്ങനെയാണെങ്കിലും ആൾക്കാർ അവര് ബിസിനസ് അവർ നടത്തും. ഇവിടെ ചേട്ടനുണ്ട് കേട്ടോ, നമുക്കൊന്ന് പറ്റുമെങ്കിൽ പരിചയപ്പെടാം. അവരിന്ന് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ലേ, कौन सा मटेरियल है भैया? ये इसमें रहता है, पराली रहता है चावल का और लकड़ी रहता है, लकड़ी रहता है। हाँ हाँ हाँ, वैकोल आटा നമ്മുടെ നാട്ടിൽ കാണാം. 8 साल लगा के 9 साल के 10 साल के बच्चे लोग बैठ सकते हैं इसको. എന്താ പറയുന്ന അറിയാമോ, ഒരു 10 കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഇല്ല, അവർക്കൊക്കെ ഇരിക്കട്ടെ ഇതിന്റെ മുകളില്. പൊട്ടിപ്പില്ല, നമ്മളൊക്കെ ഇരുന്ന പൊട്ടി. ഇപ്പൊ വൈക്കോലാട്ടോ ഉള്ളില്, വൈക്കോലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലോത്ത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമ്മളെ ക്ലോത്ത് ആണ്, നോർമൽ ക്ലോത്ത് എടുത്തിട്ട് ഇതാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. അവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഷോ മീ ദാറ്റ് വൺ. കണ്ടില്ലേ, ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്. വൈക്കോല് വെച്ച് കെട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ വാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം കണ്ണും കാര്യങ്ങളും ഫിറ്റ് ചെയ്തതാണ്. പിന്നെ കണ്ടോ, അതാണ് ഇവര് ചെയ്യുന്നത് ഇവിടുന്ന്. ഭയ്യ കിतना रुपये भैया? ये पड़ेगा आपको 1200 रुपए, 600 रुपए लगा के 500 तक आपको मिल जाएगा. बड़ा वाला है वो 1300 रुपए, 1300 रुपए, 1000 रुपए से कम नहीं मिलेगा वो. उसमें 12 साल का बच्चों आराम से बैठ सकते हैं, खेल सकता है. 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മുകളിൽ കളിക്കാനൊക്കെ പറ്റും കേട്ടോ. പൊട്ടിപ്പൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൈസ എന്ന് പറയുന്നത് 200 തൊട്ട് 500 തൊട്ട് അങ്ങനെ 1000 തൊട്ട് അങ്ങനെയൊക്കെയാണ് പൈസ വരുന്നത്. സിമ്പിൾ ക്ലോത്ത് കേട്ടോ, നൈലോൺ തുണിയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് തുണിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഷേപ്പ് ഒന്നും അത്ര വലിയ ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആനയുടെ ഷേപ്പ് ഒന്നും അത്രയൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനും പിന്നെ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും അത്യാവശ്യം നല്ല കൊള്ളാം. അത് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് രാജസ്ഥാനിലെ കാഴ്ച. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് സംഭവം കാണാനുണ്ടാവും. കണ്ടില്ലേ, എത്രയാലും റോഡ് ഇങ്ങനെ ആൾക്കാരൊക്കെ പോകുന്ന സാധനം. ഇവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഓരോ ആൾക്കാരുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളൊന്ന് കാണിക്കണം തോന്നി, അതായിരുന്നു വീഡിയോ. അപ്പം ബൈക്കും ജസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചേക്കാം. കണ്ടില്ലേ, ബൈ അതിന്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കണ്ടില്ലേ, अभी उसमें एक कान लग रहा है. हाँ हाँ, ये छिले हो रही है अभी. हाँ हाँ, ചെവിയും കാര്യങ്ങളും വെക്കുന്നുണ്ട്. मजबूत चीज बना, पूरा मजबूत चीज बना हुआ है. ऑल हाईवे का यही है पूरा. हाँ हाँ, पंजाब, हरियाणा, बम्बई, पूना, पूरा महाराष्ट्र. हाँ हाँ, കണ്ടില്ല, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. ഇതാണ് രാജസ്ഥാനിലെ ആൾക്കാരൊക്കെ എന്ന് പറയുന്നത്. അവരെങ്ങനെയാണെങ്കിലും അവർ പൈസ ഉണ്ടാക്കും. അവർ ജസ്റ്റ് വന്നിട്ട് ഇതുപോലെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരുപാടുണ്ട് കേട്ടോ രാജസ്ഥാനിലെ വീഡിയോസ്. എന്തൊക്കെ എത്ര എടുത്താലും തീരില്ല. നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ സപ്പോർട്ട് ചെയ്യുക, അപ്പൊ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ ഉള്ളൂ. മറ്റേ എഡിറ്റ് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.